ഇന്ന് ഒരു ദേശീയ പണിമുടക്ക് ദിവസമാണ്. അപ്പോൾ രാവിലെ മുതൽ തന്നെ നമ്മൾ പലയിടത്തും പണിമുടക്ക് ദിവസങ്ങളിൽ സർവീസ് നടത്താൻ വേണ്ടി ഇറങ്ങിയ പല ബസ്സുകളെയൊക്കെ തടയുന്നതും പ്രൈവറ്റ് വാഹനങ്ങളെ തടയുന്നതും യാത്രക്കാർ വലയുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും കാഴ്ചകളൊക്കെ അറിഞ്ഞതുമാണ്. അങ്ങനത്തെ മറ്റൊരു സംഭവം നടന്നിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്തും സമാനമായൊരു സംഭവം മലപ്പുറത്തും ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം അരുവിക്കര LP സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും അധ്യാപകരെ പൂട്ടിയിട്ടു. അരുവിക്കര LP സ്കൂളിൽ 6 അധ്യാപകരെയാണ് സമര അനുകൂലികൾ തടഞ്ഞു വെച്ചത്. പോലീസ് എത്തിയാണ് പൂട്ട് പൊളിച്ച് അധ്യാപകരെ പുറത്തെത്തിച്ചത്. സമാനമാണ് മലപ്പുറത്ത്. അവിടെ എടവണ്ണ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരെ സമര അനുകൂലികൾ പൂട്ടിയിടുകയായിരുന്നു. ഒപ്പിട്ട് ടൂർ പോകാനായിരുന്നു ജീവനക്കാരുടെ പദ്ധതി എന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. വൈകിട്ട് വരെ ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പൂട്ടിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസും മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്തും ചേർന്നു. ആദ്യം ഹാൻസിലേക്ക് പോവുകയാണ്. ഹാൻസ്, അരുവിക്കര LP സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും പൂട്ടിയിട്ട അധ്യാപകരെ അവരെ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? സേതു, ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി 2 സ്കൂളിലെ അധ്യാപകരെയാണ് ഇത്തരത്തിൽ സമരാനുകൂലികൾ തടഞ്ഞു വെച്ചത്. ഒന്ന് അരുവിക്കര LP സ്കൂളിലും മറ്റൊന്ന് അരുവിക്കരയിൽ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു. LP സ്കൂളിൽ 6 അധ്യാപകരുണ്ടായിരുന്നു. ഇവർ ആദ്യം സ്കൂളിലേക്ക് എത്തുന്നു, പിന്നീട് ഒപ്പിട്ട് പോകാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സമരാനുകൂലികൾ ഇത്തരത്തിൽ അവരെ തടഞ്ഞു വെച്ചത്. ആദ്യം ഇവർ പൂട്ടിയിട്ടില്ലായിരുന്നു ഗേറ്റ്. പിന്നീട് ഉച്ചയോടെ എത്തി ഗേറ്റ് പൂട്ടിയിടുകയും അധ്യാപകർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് പോലീസ് എത്തി ഏകദേശം 3:30 കൂടിയാണ് അധ്യാപകരെ പുറത്തെത്തിച്ചത്. അതുവരെയും അധ്യാപകർ സ്കൂളിൽ തങ്ങേണ്ട അവസ്ഥ വന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂളിലും ഉണ്ടായത്. പക്ഷേ ഇത് വൈകിട്ട് 4 മണിയോടുകൂടി സമരാനുകൂലികൾ തന്നെ വന്ന് ഗേറ്റിൻ്റെ പൂട്ട് തുറക്കുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ അതിനോടൊപ്പം തന്നെ അധ്യാപകരെ അസഭ്യം വിളിക്കുകയും കൂകി വിളിക്കുകയൊക്കെ ചെയ്തതായിട്ട് ആരോപണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 2 സ്കൂളിലെ അധ്യാപകർ അവിടെ നിന്ന് നിലവിൽ പോയിട്ടുണ്ട്. സേതു, ശരി ഹാൻസ്, സമാനമായ സംഭവമാണ് മലപ്പുറത്തും സംഭവിച്ചത്. ശാന്തകുമാർ വെള്ളാലത്ത് കൂടി ഉണ്ട്. നമുക്കിപ്പം ശാന്തകുമാർ, മലപ്പുറത്ത് നടന്നത് എന്താണ്? എടവണ്ണ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? എടവണ്ണ പഞ്ചായത്ത് ഓഫീസിൽ വളരെ രസകരമായ സംഭവം തന്നെ. കാരണം സാധാരണ ഈ പ്രതിഷേധക്കാർ വന്ന് അല്ലെങ്കിൽ സമരക്കാർ വന്ന് ഈ ജോലിക്ക് എത്തിയവരെ അവിടെ നിന്നും പുറത്ത് പറഞ്ഞയക്കുന്നതാണ് സാധാരണ പതിവ്. അങ്ങനെയാണ് സമര രീതികളെല്ലാം ഇത്തരം പണിമുടക്കിലും ഹർത്താലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായിരുന്നു ഇന്ന് എടവണ്ണയിലുണ്ടായത്. കാരണം രാവിലെ തന്നെ ജീവനക്കാർ 9ഓളം ജീവനക്കാർ ജോലിക്ക് എത്തി. ആ ജോലി തുടരുകയായിരുന്നു. സമരക്കാർ വന്ന് ഇവരുടെ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു സമരത്തിൽ പങ്കാളികളാവണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവർ പങ്കാളികളായില്ല. അവർ ഒപ്പിട്ട് ജോലിക്ക് തുടരുകയാണുണ്ടായത്. അതിന് കാരണം അവർ ഇന്ന് ഒപ്പിട്ടതിന് ശേഷം ടൂറിന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ സമരക്കാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് ടൂറിന് പോകണ്ട, നിങ്ങൾ പണിയെടുക്കുക എന്ന് പറഞ്ഞായിരുന്നു അവരെ ഓഫീസിനകത്ത് പൂട്ടിയിട്ട് പുറത്തു പോയത്. പിന്നീട് പോലീസ് എത്തിയാണ്, ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം പോലീസ് എത്തിയാണ് ഇവരെ പുറത്ത് ഈ ഓഫീസ് തുറക്കാനും കഴിഞ്ഞത്. എന്തായാലും പുതിയ ഒരു രീതിയായിരുന്നു സമരക്കാരും പ്രയോഗിച്ചത്. എന്തായാലും ജോലിക്ക് എത്തിയവർ ടൂറിന് പോകണ്ട, ജോലി ചെയ്തോളൂ എന്ന് ആവശ്യപ്പെട്ട് തന്നെയായിരുന്നു സമരക്കാർ നിലപാടെടുക്കുകയും ചെയ്തത്. ഓക്കെ ശാന്തകുമാർ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസും മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്തുമാണ് വിവരങ്ങൾ നൽകിയത്.